നമസ്കാരം. ജ്യോതിഷത്തിൻ്റെ പുതിരധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം ആഴ്ചഫലമാണ്. 2025 ഒക്ടോബർ 19 മുതൽ 25 വരെയുള്ള ജ്യോതിഷപരമായ അതീവ പ്രാധാന്യമുള്ള ഒരു സംക്രമണ കാലഘട്ടമാണല്ലോ. തുലാം രാശിയുടെ സൗന്ദര്യാത്മകമായ സന്തുലിതാവസ്ഥയിൽ നിന്ന് വൃശ്ചികം രാശിയുടെ തീവ്രമായ പരിവർത്തന ശക്തിയിലേക്ക് പ്രപഞ്ച ഊർജ്ജം വഴിമാറുന്ന സമയമാണിത്. ഈ പ്രധാന മാറ്റങ്ങൾ നിങ്ങളുടെ തൊഴിൽ, സാമ്പത്തികം, ബന്ധങ്ങൾ, ആരോഗ്യം എന്നീ മേഖലകളിൽ എങ്ങനെയെല്ലാം സ്വാധീനം ചെലുത്തുമെന്ന് വിശദമായി പരിശോധിക്കാം. ഈ വാരം വ്യക്തിഗത ജീവിതത്തിൽ സമ്മിശ്ര ഫലങ്ങൾ നൽകുമെന്നാണ് പൊതുവെയുള്ള സൂചന. അതിനാൽ ക്ഷമയും ശ്രദ്ധയും കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങളിൽ കൂടുതൽ ആഴത്തിലുള്ള സമീപനം ഈ സമയത്ത് അനിവാര്യമാണ്. വാരത്തിൻ്റെ തുടക്കത്തിൽ തുലാം രാശിയിൽ സംഭവിക്കുന്ന പ്രധാന ജ്യോതിഷ മാറ്റങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒക്ടോബർ 21 തുലാം രാശിയിലെ അമാവാസി നിങ്ങൾ ബന്ധങ്ങളിലും വ്യക്തിപരമായ മൂല്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് സഹായിക്കും. ഇത് നിലവിലുള്ള ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനും അനുരഞ്ജനത്തിനുള്ള അവസരങ്ങൾ കണ്ടെത്താനും സഹായിക്കും. എന്നാൽ ഊർജ്ജം പെട്ടെന്ന് തന്നെ തീവ്രതയിലേക്ക് മാറും. ഒക്ടോബർ 22 സൂര്യൻ വൃശ്ചികം രാശിയിലേക്ക് പ്രവേശിക്കുന്നതോടെ നിങ്ങളുടെ ശ്രദ്ധ ആന്തരിക ഗവേഷണം, മറഞ്ഞിരിക്കുന്ന സാമ്പത്തിക കാര്യങ്ങൾ, വൈകാരികമായ ആഴം എന്നിവയിലേക്ക് മാറും. ഈ വാരത്തിലെ ഗ്രഹസ്ഥിതി വിശകലനം ചെയ്യുമ്പോൾ വൈകാരികമായ തലത്തിൽ ഒരു തയ്യാറെടുപ്പ് നടത്തേണ്ടതിൻ്റെ പ്രാധാന്യം വ്യക്തമാകുന്നുണ്ട്. തുലാം രാശിയിലെ നവചന്ദ്രൻ വ്യക്തിഗത ബന്ധങ്ങൾ പുനഃക്രമീകരിക്കാൻ അവസരം നൽകുമ്പോൾ തന്നെ തൊട്ടടുത്തുള്ള ദിവസം സംഭവിക്കുന്നത് നെപ്റ്റ്യൂൺ വക്രഗതിയിൽ മീനൻ രാശിയിലേക്ക് മടങ്ങുന്നതാണ്. ഈ വൈകാരിക തീവ്രത വർദ്ധിപ്പിക്കുന്നു. ഈ പ്രതിഭാസം അടുത്ത കുറച്ച് മാസത്തേക്ക് നിങ്ങളുടെ ആത്മീയ അതിരുകൾ സംരക്ഷിക്കാനും ആന്തരിക സുഖം നേടാനും കൂടുതൽ സമയം കണ്ടെത്തേണ്ടതുണ്ടെന്ന് സൂചിപ്പിക്കുന്നു. പുറമേയുള്ള സൗഹൃദങ്ങളിലും ബന്ധങ്ങളിലും മാത്രം കേന്ദ്രീകരിക്കാതെ നിങ്ങളുടെ വൈകാരിക ആരോഗ്യം ശക്തിപ്പെടുത്താൻ ഈ അവസരം ഉപയോഗിക്കേണ്ടത് അത്യാവശ്യവുമാണ്. ഈ ആഴ്ച 12 രാശിക്കാർക്കും വിവിധ അനുഭവങ്ങൾ നൽകുന്നു. പ്രധാന ജ്യോതിഷ സംഭവങ്ങൾ വെളിച്ചത്തിൽ ഓരോ രാശിക്കും ലഭിക്കുന്ന ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മേടം മുതൽ കർക്കിടകം വരെയുള്ളതാണ്. മേടൻ രാശിക്കാരെ സംബന്ധിച്ച് ഈ ആഴ്ച നിങ്ങളുടെ അറിവും ധാരണയും വീണ്ടും പരീക്ഷിക്കപ്പെടാൻ സാധ്യതയുണ്ട്. തുലാം രാശിയിലെ നവചന്ദ്രൻ നിങ്ങളുടെ ബന്ധങ്ങളിൽ ഒരു പുനഃക്രമീകരണം പറയുന്നുണ്ട്. പഴയ സുഹൃത്ത് ബന്ധങ്ങളും തിരികെ കൊണ്ടുവരാനോ അനുരഞ്ജനത്തിലാകാനോ ഉള്ള അവസരങ്ങൾ നൽകും. സംസാരത്തിലും പെരുമാറ്റത്തിലും ശ്രദ്ധ വേണമെന്ന് സൂചനയുണ്ട്. സാമ്പത്തിക കാര്യങ്ങളിൽ വ്യക്തത പുലർത്തണം. കണക്കുകൂട്ടലിലൂടെ മുന്നോട്ട് പോവുകയും ചെയ്യണം. ഒക്ടോബർ 21 ശേഷം വരുന്ന വൃശ്ചികത്തിലെ സൂര്യൻ നിങ്ങളുടെ ശ്രദ്ധ വ്യക്തിപരമായ രോഗശാന്തിയിലേക്കും വളർച്ചയിലേക്കും മാറ്റും. ഈ സമയത്ത് ആന്തരിക ജോലികളും ചിട്ടയായ ദിനചര്യകളും ശ്രദ്ധിക്കുക. ദുർഗാദേവിയെ പൂജിക്കുന്നതും ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ ക്ഷമയോടെയുള്ള സമീപനവും സഹായകമാകും. ഇടവൻ രാശിക്കാർക്ക് ഈ വാരം ക്ഷമയോടെയുള്ള സമീപനത്തിലൂടെ വളർച്ച നേടാൻ സാധിക്കും. നവചന്ദ്രൻ കഠിനാധ്വാനത്തിന് ഊന്നൽ നൽകുന്നു. നിങ്ങളുടെ ജോലിയിൽ ശ്രദ്ധ നിലനിർത്തണം. ഭൂമി, ഭവനം എന്നിവയിൽ നിന്ന് ലാഭം പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണിത്. ഒക്ടോബർ 22 ശേഷം വൃശ്ചികം രാശിയിൽ ഗ്രഹങ്ങൾ വരുന്നത് നിങ്ങളുടെ ബന്ധങ്ങളിൽ ആഴത്തിലുള്ള വളർച്ച കൊണ്ടുവരും. പങ്കാളിയുമായി കൂടുതൽ അടുപ്പം, പ്രശ്നങ്ങൾക്ക് ചർച്ച ചെയ്ത് പരിഹരിക്കാൻ സാധിക്കും. പങ്കാളിയിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഗുണങ്ങൾ എന്തെല്ലാമെന്ന് മനസ്സിലാക്കാനും ഇത് നല്ല സമയം കൂടിയാണ്. ആഴ്ച അവസാനം ധനുരാശിയിലെ ചന്ദ്രൻ വരുമ്പോൾ തീവ്രമായ വികാരങ്ങളെ നേരിടാൻ ധ്യാനം പോലുള്ള ആന്തരിക പ്രവർത്തനങ്ങൾ പരിശീലിക്കുന്നത് നല്ലതാണ്. വെള്ളിയാഴ്ച ശുക്രനെ പ്രീതിപ്പെടുത്തുന്ന പൂജകളോ ദേവീക്ഷേത്ര ദർശനമോ നടത്തുക. മിഥുനൻ രാശിക്കാർക്ക് ഇത് ഉന്മേഷവും പുനരുജ്ജീവനവും നൽകുന്ന ഒരു ആഴ്ച കൂടിയാണ്. കാര്യങ്ങൾ കൂടുതൽ ശുഭകരമായി കാണാൻ തുടങ്ങും. ഒക്ടോബർ 21 ചന്ദ്രൻ വൃശ്ചികത്തിൽ പ്രവേശിക്കുന്നത് മികച്ച ജോലി ഉൽപ്പാദിപ്പിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കും. കഠിനാധ്വാനം ഫലം നൽകുന്ന സമയമാണിത്. എന്നിരുന്നാലും സാമ്പത്തിക കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ബുധൻ്റെ സ്വാധീനം മൂലം പഠനത്തിൽ കൂടുതൽ വ്യക്തതയുണ്ടാകും. ആഴ്ച അവസാനം ധനുരാശിയിൽ ചന്ദ്രൻ വരുന്നത് പ്രിയപ്പെട്ടവരുമായും സുഹൃത്തുക്കളുമായും ഒപ്പമുള്ള സമയം ചെലവഴിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ഗണേശ ഭഗവാനെ ആരാധിക്കുന്നത് ജോലിയിലെ തടസ്സങ്ങൾ മാറ്റാൻ സഹായിക്കും. കർക്കിടകൻ രാശിക്കാർക്ക് ഈ ആഴ്ച പൊതുവെ ശുഭകരമായിരിക്കും. ഈ ആഴ്ചയിലെ ഊർജ്ജം നിങ്ങളുടെ കരിയറിലെ ഒരു പഴയ ചക്രം അഴിച്ചു പൂട്ടാൻ സഹായിക്കും. നിങ്ങളുടെ കഴിവിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും തൊഴിൽപരമായ അടിത്തറ ശക്തിപ്പെടുത്താനും സാധിക്കും. ഒക്ടോബർ 22 ശേഷം സൂര്യൻ പ്രവേശിക്കുന്നത് കലാപരമായ കഴിവുകൾ വർദ്ധിക്കാനും സുഹൃത്തുക്കളുമായുള്ള മികച്ച ബന്ധങ്ങൾ സ്ഥാപിക്കാനും സാധിക്കും. എങ്കിലും മറ്റുള്ളവർ നിങ്ങളെ എങ്ങനെ കാണുന്നു എന്നതിനെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധാലുവായിരിക്കണം. വൈകാരികമായ ഊർജ്ജം തീവ്രമാകുന്ന ഈ സമയത്ത് ശ്രദ്ധയും കരുതലും വേണം. നിങ്ങളുടെ വൈകാരിക അതിരുകൾ സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ചന്ദ്രനെ പ്രീതിപ്പെടുത്തുക, തിങ്കളാഴ്ച ശിവക്ഷേത്ര ദർശനം നടത്തുക എന്നിവയാണ് പരിഹാരം. ചിങ്ങൻ രാശിക്കാർക്ക് ഈ ആഴ്ച സമ്മിശ്ര ഫലങ്ങളാണ് നൽകുന്നത്. ചൊവ്വയുടെ സ്വാധീനം കാരണം തൊഴിൽപരമായ മേഖലയിൽ പുരോഗതി നേടാനും സാധിക്കും. നവചന്ദ്രൻ നിങ്ങൾക്ക് പ്രചോദനം നൽകുന്നതിനാൽ മുമ്പ് ഉപേക്ഷിച്ച പഴയ പ്രോജക്റ്റുകളിലേക്ക് മടങ്ങി വരാനുള്ള ഇടയുണ്ട്. ദിനചര്യകളും ജോലികളും മെച്ചപ്പെടാനുള്ള സമയം കൂടിയാണ്. ഒക്ടോബർ 22 വൃശ്ചികത്തിലെ സൂര്യൻ നിങ്ങളുടെ രാശിയുമായി ചതുർകോണിൽ വരുന്നത് അല്പ സമ്മർദ്ദം നൽകുമെങ്കിലും ഇത് നിങ്ങളുടെ ദിനചര്യകൾ മെച്ചപ്പെടുത്താനുള്ള അവസരവും കൂടിയാണ്. നിങ്ങളുടെ പ്രവൃത്തിയിൽ വിശ്വാസം അർപ്പിക്കാൻ ചന്ദ്രൻ്റെ ഊർജ്ജം നിങ്ങളെ സഹായിക്കും. ആഴ്ച അവസാനത്തോടെ ധനുരാശിയിലെ ചന്ദ്രൻ സ്നേഹവും സ്വയം പ്രചാരണവും ജീവിതത്തിൽ ഉൾപ്പെടുത്താൻ നിങ്ങളെ സഹായിക്കുന്നതാണ്.
സൂര്യോദയത്തിന് മുമ്പ് എഴുന്നേറ്റ് സൂര്യ നമസ്കാരം നടത്തുന്നത് ഊർജം വർദ്ധിപ്പിക്കും. കന്നിരാശിക്കാർക്ക് ഈ ആഴ്ച ധനവും സമയവും ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. നിങ്ങളുടെ സ്വയം മൂല്യം തിരിച്ചറിയാൻ ഈ ആഴ്ച സഹായിക്കും. നവചന്ദ്രൻ നിങ്ങളുടെ സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ കഴിവുകൾ വിലയിരുത്താനും സാമ്പത്തിക കാര്യങ്ങളിലെ ജാഗ്രത പാലിക്കാനും ഇത് നല്ല സമയം കൂടിയാണ്. ചൊവ്വ നിങ്ങളുടെ രാശിയിലുള്ളതിനാൽ കാര്യങ്ങൾ വേഗത്തിൽ നടപ്പിലാക്കാനും ബുദ്ധിമുട്ടുള്ള ജോലികൾ വേഗത്തിൽ തീർക്കാനും സാധിക്കും. ചൊവ്വയുടെ സ്വാധീനം കാരണം നിങ്ങളുടെ സംസാരത്തിന് കടുപ്പം കൂടാൻ സാധ്യതയുണ്ട്. ബന്ധങ്ങളിൽ ഐക്യം നിലനിർത്താൻ തന്ത്രപരമായ സമീപനം ആവശ്യമാണ്. നിങ്ങൾ അമിതമായി ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ ആഴ്ച അവസാനം ധനുവിൽ ചന്ദ്രൻ പ്രവേശിക്കുമ്പോൾ വിശ്രമിക്കാനും റീചാർജ് ചെയ്യാനുള്ള സമയം കണ്ടെത്തണം. അതായത് ശാരീരികമായുള്ള ഉന്മേഷം വീണ്ടെടുക്കണം. ദിവസവും വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നത് മനഃശാന്തി നൽകുന്നതാണ്. തുലാം രാശിക്കാർക്ക് ഈ ആഴ്ച പ്രധാന ആകർഷണ കേന്ദ്രമാണ്. ഒക്ടോബർ 13 ശുക്രൻ നിങ്ങളുടെ രാശിയിൽ പ്രവേശിച്ചതും ഇപ്പോൾ നവചന്ദ്രൻ വരുന്നത് നിങ്ങളുടെ ഊർജ്ജം വർദ്ധിപ്പിക്കും. ആദ്യ പകുതി കൂടുതൽ ശുഭകരവുമായിരിക്കും. ഒക്ടോബർ 21 ശേഷം വൃശ്ചികത്തിൽ ചന്ദ്രൻ പ്രവേശിക്കുന്നത് നിങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ കൂടുതൽ ശ്രദ്ധ നൽകാൻ സഹായിക്കും. കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറാണെങ്കിൽ ചൊവ്വയുടെ സഹായത്തോടെ ധനകാര്യങ്ങളിൽ വളരാനും വികസനത്തിനും സാധിക്കും. നവചന്ദ്രൻ നിങ്ങളുടെ രാശിയിൽ വരുന്നതിനാൽ അടുത്ത 6 മാസത്തേക്ക് സ്വയം ശ്രദ്ധ നൽകാനും ആന്തരിക ശക്തി വികസിപ്പിക്കാനുള്ള അവസരം ഉണ്ടാകും. സുഹൃത്ത് ബന്ധങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് അത്യാവശ്യവുമാണ്. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ നവചന്ദ്രന് ശേഷമുള്ള സമയം ഉപയോഗപ്പെടുത്തുക. ലക്ഷ്മി ദേവിയെ ആരാധിക്കുന്നത് സാമ്പത്തിക കാര്യങ്ങളിൽ ഗുണം ചെയ്യും. വൃശ്ചികൻ രാശിക്കാർക്ക് ഇത് ജന്മദിന സീസൺ ആരംഭിക്കുന്ന സമയമാണ്. പുനർനിർമ്മാണത്തിൻ്റെയും വളർച്ചയുടെയും സമയം. നിങ്ങൾ ഒരു പോരാളിയാണ്. വിജയിക്കാൻ വേണ്ട ശക്തി നിങ്ങൾക്കുണ്ട്. തുലാം രാശിയിലെ നവചന്ദ്രൻ വിശ്രമിക്കാനും ചിന്തിക്കാനും അവസരം നൽകുന്നു. ചൊവ്വയുടെ സ്വാധീനം കാരണം നിങ്ങൾ കൂടുതൽ ധൃതി കൂട്ടുന്നവരായേക്കാം. എങ്കിലും ഈ തീവ്രത വികാരങ്ങളെ ഉൽപ്പാദനപരമായി ചാനൽ ചെയ്യാൻ ശ്രമിക്കണം. ഉദാഹരണത്തിന് കോപം പോലെയുള്ള തീവ്ര വികാരങ്ങളെ കായിക വ്യായാമത്തിലൂടെ ചാനൽ ചെയ്യുന്നത് ഗുണം ചെയ്യും. അതായത് ഫിറ്റ്നസ്. വ്യാഴവും ശനിയും കൂടുതൽ പിന്തുണ നൽകുന്നതിനാൽ ഈ സമയം പുനർനിർമ്മിക്കാനും വളരാനും സാധിക്കും. പ്രവൃത്തിയിൽ വിശ്വസിക്കുന്നത് വിജയത്തിന് അനിവാര്യമാണ്. ആഴ്ച അവസാനം ധനുരാശിയിലെ ചന്ദ്രൻ വൈകാരികമായ ആശ്വാസം നൽകും. നിങ്ങളുടെ ആന്തരിക ബാലനെ സുഖപ്പെടുത്താൻ ശ്രദ്ധിക്കുക. സുബ്രഹ്മണ്യനെ ആരാധിക്കുന്നത് ആന്തരിക ശക്തി വർദ്ധിപ്പിക്കും. ധനുരാശിക്കാർക്ക് ഈ ആഴ്ച ഭാഗ്യവും സന്തോഷവും നൽകും. ആഴ്ച അവസാനം ചന്ദ്രൻ നിങ്ങളുടെ രാശിയിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങൾ ശരിയായ പാതയിലാണെന്ന് നിങ്ങൾക്ക് അനുഭവപ്പെടും. നവചന്ദ്രൻ നിങ്ങളുടെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ പ്രോത്സാഹത്തിന് അർഹനുമായി കാണപ്പെടുത്തുന്നുണ്ട്. കഠിനാധ്വാനം ചെയ്യുന്നത് ഗുണം ചെയ്യും. വ്യാഴത്തിൻ്റെ സ്വാധീനം കാരണം പുതിയ അറിവുകൾ നേടുന്നതിനോ ക്ലാസുകൾ ചേരാനോ ഈ ആഴ്ച മികച്ചതായി കാണുന്നുണ്ട്. ശുഭാപ്തി വിശ്വാസം നിലനിർത്തുന്നത് മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് ഗുണം ചെയ്യും. ബന്ധങ്ങളിലെ ശുഭാപ്തി വിശ്വാസം നിലനിർത്തുന്നത് നല്ല ഫലവും നൽകും. വ്യാഴാഴ്ച വിഷ്ണുക്ഷേത്ര ദർശനം നടത്തുക. അധ്യാപകരെ ബഹുമാനിക്കുക. മകരം രാശിക്കാർക്ക് തൊഴിൽ, ബിസിനസ് എന്നിവയിൽ ഭാഗ്യ അനുഭവം കുറവായിരിക്കും. എങ്കിലും പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരാഴ്ച കൂടിയാണിത്. നവചന്ദ്രൻ നിങ്ങളുടെ നേതൃപരമായ കഴിവുകൾ പരീക്ഷിക്കും. ജോലിയുമായി ബന്ധപ്പെട്ട സമ്മർദ്ദം കുടുംബജീവിതം ബാധിക്കാതെ ശ്രദ്ധിക്കണം. വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും അല്പം പ്രതികൂലമായി മാറാം. ഒക്ടോബർ 22 ശേഷം വൃശ്ചികത്തിൽ ചന്ദ്രൻ പ്രവേശിക്കുന്നതിനാൽ സൗഹൃദങ്ങളും സുഖങ്ങളും പ്രധാനമാകും. പഴയ സുഹൃത്തുക്കളോട് ക്ഷമിക്കുകയും അവർക്ക് പുതിയ അവസരങ്ങൾ നൽകുകയും ചെയ്യും. ഈ ആഴ്ചയിൽ കണ്ണിന് പ്രശ്നങ്ങളും ഉറക്കമില്ലായ്മയും ഉണ്ടാകാനുള്ള സാധ്യത. സമ്മർദ്ദം കുറയ്ക്കുന്നതിനായി യോഗ പരിശീലിക്കുന്നത് ഉചിതമായിരിക്കും. എല്ലാ ദിവസവും ശ്രീരാമദേവനെ സ്തുതിക്കുന്നത് നല്ല അനുഭവങ്ങൾ നൽകും. കുംഭൻ രാശിക്കാർക്ക് കഠിനാധ്വാനത്തിന് ഫലം ലഭിക്കാൻ സമയമെടുക്കും. എന്നാൽ പ്രൊഫഷണൽ മേഖലയിൽ നിങ്ങൾ ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യത കാണുന്നുണ്ട്. ഒക്ടോബർ 22 ശേഷം വൃശ്ചികത്തിൽ സൂര്യൻ പ്രവേശിക്കുമ്പോൾ പ്രൊഫഷണൽ മേഖലയിൽ ശ്രദ്ധ കൂടും. സഹകരണത്തിനും പുതിയ ഇവൻറ്റുകൾക്കും ക്ഷണം ലഭിക്കാം. നിങ്ങളുടെ പ്രൊഫഷണലിസം, കഠിനാധ്വാനവും മറ്റുള്ളവർ തിരിച്ചറിയും. ജോലിയുടെ കാര്യത്തിൽ ഒരു പുതിയ ഷെഡ്യൂൾ ഉണ്ടാകാൻ നല്ലതായിരിക്കും. നവചന്ദ്രൻ നിങ്ങളുടെ ആശയങ്ങളെയും പ്രത്യയശാസ്ത്രങ്ങളെയും ബന്ധിപ്പിക്കുന്നു. നിങ്ങളുടെ ആശയങ്ങൾ പങ്കുവയ്ക്കുകയും വേണം. ആഴ്ചയുടെ അവസാനം ധനുവിലെ ചന്ദ്രൻ്റെ ഊർജം നിങ്ങളുടെ പിന്തുണ നൽകുന്നവരോടുള്ള നന്ദിയുള്ളവരായിരിക്കാൻ സഹായിക്കുന്നതാണ്. അത് കുടുംബത്തിനാണ്. ശനിദോഷ പരിഹാരങ്ങൾ ചെയ്യുന്നത് ഉചിതമാണ്. ശാസ്താവിന് എള്ളുതിരി തെളിയിക്കുന്നത് ഗുണം ചെയ്യും. മീനൻ രാശിക്കാർക്ക് ഈ ആഴ്ച ശുഭത്വവും ലാഭവും നൽകും. നെപ്റ്റ്യൂൺ വക്രഗതിയിൽ നിങ്ങളുടെ രാശിയിലേക്ക് മടങ്ങുന്നത് ആന്തരികമായ വിശകലനത്തിന് സഹായിക്കും. ദീർഘകാല കരിയർ പദ്ധതികൾ നടപ്പാക്കാൻ ബുധൻ നിങ്ങളെ സഹായിക്കും. എന്നാൽ സ്ഥിരമായ പരിശ്രമം ആവശ്യമാണ്. ക്ഷമയോടുള്ള കഠിനാധ്വാനം ഈ ആഴ്ചയുടെ പ്രധാന വിഷയം കൂടിയാണ്. നിരുപാധിക സ്നേഹം പരിശീലിക്കാൻ തുലാം സീസൺ നിങ്ങളെ പ്രോത്സാഹിപ്പിച്ചു. വൃശ്ചികത്തിലെ സൂര്യൻ സാമൂഹികമായി ഇടപെടാനും സ്നേഹത്തിൽ വീഴാനും പറ്റിയ സമയം കൂടി കണക്കാക്കുന്നുണ്ട്. ശനിയുടെ സ്വാധീനം അച്ചടക്കവും ശ്രദ്ധയും നൽകും. പുതിയ വെല്ലുവിളികൾ നേരിടുമ്പോൾ ക്ഷമ നിലനിർത്തുക. നിങ്ങളുടെ ഗുരുവിനെ വന്ദിക്കുക. മത്സ്യങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത് ദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. ശനിയുടെ വക്രഗതിയിലുള്ള സഞ്ചാരം കാരണം കടുപ്പമേറിയ ഫലങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് ശനി സഞ്ചരിക്കുന്ന തിരുവോണ നക്ഷത്രക്കാർക്കും അതുപോലെ വേദം ധരിക്കുന്ന തിരുവാതിരക്കാർ, ശനിയുടെ ദൃഷ്ടി പതിയുന്ന ഉത്രട്ടാതി, പൂയം, വിശാഖം നക്ഷത്രക്കാർ എന്നിവർക്കും ദോഷാധിക്യം വർദ്ധിപ്പിക്കുന്നുണ്ട്. ശനിയാഴ്ചകളിൽ ശാസ്താവിനെ ദർശിക്കുക.
എള്ളെണ്ണയിൽ ദീപം തെളിയിക്കുക. ഈശ്വരവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. ദരിദ്രരെ സഹായിക്കുന്നത് ശനിയുടെ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. ഈ ആഴ്ച തീവ്രമായ പരിവർത്തനത്തിന്റെ വാതിലാണ് തുറക്കുന്നത്. തുലാൻ രാശിയിലെ നവചന്ദ്രന്റെ ഊർജ്ജം നിങ്ങളുടെ ബന്ധങ്ങളെ മെച്ചപ്പെടുത്താൻ പ്രയോഗിക്കുക. ഒക്ടോബർ 22 സൂര്യൻ വൃശ്ചികത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ജീവിതത്തിന്റെ ആഴത്തിലുള്ള തലങ്ങളിൽ മാറ്റങ്ങൾ വരുത്താൻ തയ്യാറെടുക്കുക. ശനിയുടെയും രാഹുവിൻ്റെയും സമ്മർദ്ദങ്ങൾക്കിടയിലും വ്യാഴത്തിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് വഴികാട്ടിയാകും. ക്ഷമയോടെയും ശ്രദ്ധയോടെയും ഓരോ ദിവസത്തെ വെല്ലുവിളികളെ നേരിട്ടാൽ ഈ വാരം നിങ്ങൾക്ക് വിജയകരമായ ആന്തരിക വളർച്ച നൽകുന്നതിന് രൂപപ്പെടുത്താം.